നമസ്തേ. കഴിഞ്ഞ ക്ലാസ്സിൽ ഭീഷ്മക്കോ ക്ഷമാ നഹി കിയാ ഗയ എന്ന പാഠഭാഗം നിബന്ധ് നമ്മൾ കുറച്ച് ഭാഗം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ പുരാണത്തിൽ ഭീഷ്മർ ചെയ്തതുപോലെ, അതായത് അനീതിക്കെതിരെ നിശബ്ദനായിരിക്കുന്നത് പോലെ സാഹിത്യകാരന്മാർ അഥവാ എഴുത്തുകാരും നിശബ്ദനായി ഇരുന്നു കഴിഞ്ഞാൽ, അനീതിക്കെതിരെ അന്യായത്തിനെതിരെ നിശബ്ദത പാലിച്ചാൽ കാലം അവർക്ക് മാപ്പ് കൊടുക്കില്ല. ഭീഷ്മർക്ക് മാപ്പ് നൽകാത്തതുപോലെ കാലം അവർക്ക് മാപ്പ് കൊടുക്കില്ല എന്നുള്ളൊരു കുറ്റബോധം ലേഖകൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്നതാണ്. അതുണ്ടാവാനുള്ള കാരണം സുഹൃത്തിൻ്റെ ചോദ്യത്തിലൂടെയായിരുന്നു. സുഹൃത്തിൻ്റെ ചോദ്യമാണ് അദ്ദേഹത്തെ ഒന്ന് ചിന്തിപ്പിച്ചത്. അതേക്കുറിച്ചായിരുന്നു കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ബാക്കി ഭാഗം ഇന്ന് നമുക്കെടുക്കാം. അപ്പോൾ ഇനി ലേഖകൻ പറയുന്നത് ഒരു പഴയ ഓർമ്മയാണ്, ഒരു സംഭവം, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായിട്ടുള്ള ഒരു സംഭവം. ആ സംഭവത്തിൻ്റെ ഓർമ്മയാണ് നമ്മളോട് പങ്കുവയ്ക്കുന്നത്. കേൾക്കാം. നോക്കൂ. एक पुराना इतिहास मुझे भी स्मरण हो आया था. പുരാന ഇതിഹാസ്, ഒരു പഴയ ചരിത്രം എനിക്ക് വീണ്ടും ഓർമ്മ വരുന്നു. വ ഇതിഹാസ് യഹ് ഹെ, ആ ചരിത്രം ഇതാണ്. അതായത് ബാത്ത് സൻ 35-36 की है. അതായത് വർഷം 1935-36 ആ കാലഘട്ടത്തിൽ നടന്നൊരു സംഭവത്തെക്കുറിച്ച്, അല്ലെങ്കിൽ ആ സംഭവത്തിൻ്റെ ഓർമ്മയെക്കുറിച്ചാണ് ഇനി പറയുന്നത്. ഉൻ ദിനോ മേ ശാന്തി നികേതൻ മേം ഥ. ആ കാലത്ത് 1935-36 കാലഘട്ടത്തിൽ ഞാൻ ശാന്തി നികേതൻ മേം ഥ. ശാന്തി നികേതൻ രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം, അതായിരുന്നു ശാന്തി നികേതൻ. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഞാൻ ശാന്തി നികേതനിലായിരുന്നു താമസം. ഏക് ദിൻ പ്രാത ഭ്രമൺ കെ ലിയെ നിക്ലാ ഥ. ഒരു ദിവസം ഞാൻ പ്രാത ഭ്രമൺ, അതായത് പ്രഭാത സവാരിക്ക് നിക്കലാ ഥ, പുറപ്പെട്ടതായിരുന്നു. मैं साधारणतः प्रातः भ्रमण के लिए तभी निकलता हूँ जब किसी ऐसे उत्साही घुमक्कड़ से. मैं साधारणतः प्रातः भ्रमण के लिए तभी निकलता, അതായത് ഞാൻ സാധാരണയായിട്ട് പ്രഭാത സവാരിക്ക് ഇറങ്ങാറുള്ളത് മിക്കപ്പോഴും കിസി ഐസെ ഉത്സാഹി ഗുംഖഡ്, എന്നോടൊപ്പം ഉത്സാഹവാനായിട്ട്, അതായത് പ്രഭാത സവാരി മുടക്കാതെ ഉത്സാഹത്തോടു കൂടി ചെയ്യുന്ന ഏതെങ്കിലും ഒരാളുണ്ടെങ്കിലാണ് ഞാനും എന്തിനു പുറപ്പെടാറ്, പ്രഭാത സവാരിക്ക് പുറപ്പെടാറ്. ജോ ശ്രദ്ധയെ കോടിക്ക് ഹോത്തെ, അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഉൻ ദിനോം ശ്രദ്ധേ ആചാര്യ ക്ഷിതി മോഹൻ സെൻ की प्रेरणा से प्रातः भ्रमण के लिए निकलता था. ഉൻ ദിനോം, ആ സമയത്ത് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ശാന്തി നികേതനിൽ താമസിച്ചിരുന്ന ആചാര്യ, ഒരു പ്രൊഫസറായിട്ടുള്ള ക്ഷിതി മോഹൻ സെൻ, അദ്ദേഹത്തിൻ്റെ പ്രേരണയാലാണ് ആ സമയത്ത് ഞാൻ പ്രാത ഭ്രമൺ കെ ലിയെ നിക്കൽത്ത, പ്രഭാത സവാരിക്ക് ഇറങ്ങിയത്. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മടിയായിരുന്നു. അപ്പോൾ അവിടെ താമസിച്ചിരുന്ന ശാന്തി നികേതനിൽ എന്നോടൊപ്പം ഉണ്ടായിരുന്ന വളരെ ഉത്സാഹിയായിട്ടുള്ള ഒരു പ്രൊഫസറുണ്ട്, അദ്ദേഹം ക്ഷിതി മോഹൻ സെൻ. അദ്ദേഹത്തിൻ്റെ പ്രേരണ കൊണ്ട് ഞാൻ അദ്ദേഹത്തോടൊപ്പം ആ സമയത്ത് പ്രഭാത സവാരിക്ക് ഇറങ്ങി. സഹി ഭാത്ത് തോ യഹ് ഹേ കി നിക്കൽത്തെ വഹ് ഥേ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വഹി നിക്കൽത്തെ ഥേ, അദ്ദേഹമാണ് ആദ്യം സവാരിക്ക് വേണ്ടി ഉത്സാഹിച്ച് ഇറങ്ങിയത്. മേം പീച്ചേ ഹോലേത്ത, ഞാൻ അദ്ദേഹത്തിൻ്റെ പിന്നാലെ വെറുതെ ഇങ്ങനെ പോയതേ ഉള്ളൂ. സത്യത്തിൽ എനിക്ക് ഉത്സാഹം ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഉത്സാഹത്തിൽ അദ്ദേഹം ഇറങ്ങി പുറപ്പെട്ടതാണ്, ഞാൻ പുറകെ നടന്നു എന്ന് മാത്രം. തോ ഉസ് ദിൻ ഭീ മേ ഉൻകെ സാത്ത് ഹി നിക്കല. എന്തൊക്കെയായിരുന്നാലും അന്നത്തെ ദിവസം ഞാൻ അദ്ദേഹത്തോടൊപ്പം പ്രഭാത സവാരിക്ക് ഇറങ്ങി. ഭാഗ്യ ഉസ് ദിൻ പ്രസന്നത, എന്തോ ഭാഗ്യം, ആ ദിവസം വളരെ സന്തോഷം നിറഞ്ഞതായിട്ട് തോന്നി എനിക്ക്. ദേഖ ഗുരുദേവ് ധീരെ ധീരെ അപ്നെ ബഗീച്ചേ മേം ടഹൽ രഹേ ഥേ. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടി സവാരിക്ക് ഇറങ്ങിയപ്പോഴാണ് ദേഖ, കണ്ടത്, ഗുരുദേവ് എന്ന് പറഞ്ഞാൽ രവീന്ദ്രനാഥ് ടാഗോർ. അപ്പം ഞങ്ങൾ ഇറങ്ങിയ സമയത്ത് ഗുരുദേവൻ അഥവാ രവീന്ദ്രനാഥ് ടാഗോർ ധീരെ ധീരെ അപ്നെ ബഗീച്ചേ മേ ടഹൽ രഹേത്, പതുക്കെ അദ്ദേഹത്തിൻ്റെ ബഗീച്ച, ഗാർഡൻ, പൂന്തോട്ടത്തിൽ ടഹൽ രഹേത്, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉലാത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. കുച്ച് ഗംഭീർ മുദ്രാമേന്തി, എന്തോ ഗംഭീർ മുദ്ര, എന്തോ ആലോചനയിൽ, വളരെ ആലോചനാമഗ്നനായിട്ടാണ് അദ്ദേഹം, എന്തോ കാര്യമായ ചിന്തയിലായിരുന്നു അദ്ദേഹം. ആചാര്യ സെൻ നേ കഹ, അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന
ആചാര്യ ക്ഷിതിമോഹൻ സെൻ എന്നോട് പറഞ്ഞു, ചലോ പ്രണാം കർലേ, വരൂ നമുക്ക് ഗുരുദേവനെ പോയി പ്രണാം കർലേ, ഒന്ന് വന്ദിച്ചിട്ട് പോകാം എന്ന് പറഞ്ഞു. ഓ ആകെ ചലെ, അങ്ങനെ ക്ഷിതിമോഹൻ സെൻ മുന്നിൽ നടന്നു. മേ പീച്ചേ പീച്ചേ, ഞാൻ അദ്ദേഹത്തിൻ്റെ പിന്നാലെയും നടന്നു. ധീരെ ധീരെ ദബേ പാവ് ഹം ലോഗ് ഉൻകെ പാസ് പഹുഞ്ച് ഗയേ, അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ധീരെ ധീരെ പതുക്കെ പതുക്കെ ദബേ പാവ് പതിഞ്ഞ കാലടികളോടുകൂടി ഉൻകെ പാസ് പഹുഞ്ച് ഗയേ, ഗുരുദേവൻ്റെ പക്കൽ, ഗുരുദേവൻ്റെ അടുത്ത് എത്തി. ചരൺ ചൂക്കർ പ്രണാം നിവേദൻ കിയ, രണ്ടുപേരും ചരൺ ചൂക്കർ അദ്ദേഹത്തിൻ്റെ കാലുകൾ തൊട്ട് വന്ദിച്ചു. ഉൻകാ ധ്യാൻ ഭംഗ് ഹുവ, ഞങ്ങൾ രണ്ടുപേരും അടുത്ത് ചെന്നപ്പോഴത്തേക്കും ഉൻകാ ധ്യാൻ, അദ്ദേഹത്തിൻ്റെ ആ ആലോചന ചിന്ത, ഭംഗ് ഹുവ അവിടെ വെച്ച് നിന്നു, അതായത് അതിന് തടസ്സം നേരിട്ടു. ദേഖകർ പ്രസന്ന ഹുവേ, പക്ഷേ ഞങ്ങളെ കണ്ടതും അദ്ദേഹം പ്രസന്ന ഹുവേ, വളരെ സന്തോഷവാനായി. ഉനോനെ ഉസ് ദിൻ മുജെ സംബോധിത് കർക്കെ കഹ, അങ്ങനെ അന്ന് അദ്ദേഹം എന്നെ സംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, തുമ്നെ കഭി സോച്ചാ ഹേ കി ഭീഷ്മ കോ അവതാർ ക്യോം നഹി മാനാ ഗയാ. പെട്ടെന്ന് അദ്ദേഹം എൻ്റെ അടുത്ത് ചോദിച്ചു, അല്ല, നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, ഭീഷ്മക്കോ അവതാർ ക്യോം നഹി മാനാ ഗയ, ഈ ഭീഷ്മരെ എന്തുകൊണ്ടൊരു അവതാര പുരുഷനായിട്ട് കാണുന്നില്ല? ശ്രീകൃഷ്ണക്കോ ഹി ക്യോം അവതാർ രൂപമേ സമ്മാൻ ദിയാ ഗയ, എന്നാൽ ശ്രീകൃഷ്ണനെ, ഭഗവാൻ ശ്രീകൃഷ്ണനെ അവതാർ രൂപമേ സമ്മാൻ ദിയാ ഗയ, അവതാര പുരുഷനായിട്ട് എല്ലാവരും ആദരിക്കുകയും ചെയ്യുന്നു. അതെന്താ അങ്ങനെ എന്ന് പെട്ടെന്ന് അദ്ദേഹം എൻ്റെ അടുത്ത് ഒരു ചോദ്യം ചോദിച്ചു. മേനെ കഭി ഐസാ സോച്ചാ ഹി നഹി ഥ, പക്ഷെ ഞാനാവട്ടെ ഐസാ സോച്ചാ ഹി നഹീം ഥ, ഞാൻ അന്നോളം ഞാൻ അങ്ങനെ ഒരു കാര്യം ചിന്തിച്ചിരുന്നില്ല. ക്യാ ജവാബ് ദേത്ത, ഇനിയിപ്പോൾ എന്താ മറുപടി കൊടുക്കുക അദ്ദേഹത്തിന്? ഗുരുദേവനോട് എന്ത് മറുപടി കൊടുക്കും? മേ മൻ ഹി മൻ അപ്നെ സോച്ചനേക്ക് ശക്തി കി ദരിദ്രത പർ ലജ്ജിത് ഹോ രഹാ ഥ, പെട്ടെന്ന് ഞാൻ എൻ്റെ മനസ്സിൽ സോച്ചനേക്ക് ശക്തി, ആ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ എൻ്റെ മനസ്സിന് ശക്തിയില്ലാതെ പോയല്ലോ എന്നോർത്ത് ലജ്ജിത് ഹോരഹ, വളരെയധികം ലജ്ജിച്ചു പോയി. ആചാര്യ സെന്നെ രക്ഷാക്കി, അപ്പോൾ എൻ്റെ ആ അല്ലെങ്കിൽ ഞാനാകെ പരിഭ്രമിച്ചിങ്ങനെ നിൽക്കുക, എന്ത് പറയണമെന്നറിയാതെ. അപ്പോൾ പെട്ടെന്ന് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ക്ഷിതിമോഹൻ സെൻ എന്നെ രക്ഷിക്കാനായിട്ട് മുന്നോട്ട് വന്നു. വഹ് ബോലെ, അദ്ദേഹം പറഞ്ഞു, ഹം ലോഗ് തോ ഐസെ പ്രശ്നവും കാ ഉത്തർ ആപ് സേ ഹി സുനനെ കി ആശാ രഖത്തെ ഹെ. അദ്ദേഹം ക്ഷിതിമോഹൻ സെൻ എന്താ പറഞ്ഞത് ഗുരുദേവനോട്? ഹം ലോഗ് തോ ഐസെ പ്രശ്നവും കാ ഉത്തർ ആപ് സേ ഹി സുനനെ കി ആശാ രഖത്തെ ഹെ, അതായത് ഞങ്ങൾ ഐസെ പ്രശ്നവും കാ ഉത്തർ, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ആപ് സേ ഹി സുനനെ, അങ്ങയിൽ നിന്ന് തന്നെ കേൾക്കാൻ ആശാ രഖത്തെ ഹെ, ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരം അങ്ങയിൽ നിന്ന് തന്നെ കേൾക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന് ക്ഷിതിമോഹൻ സെൻ പെട്ടെന്ന് എന്നെ രക്ഷപ്പെടുത്താൻ വേണ്ടി പറഞ്ഞു. ഗുരുദേവനെ ഹസ്തേ ഹുവേ കഹ, ഇത് കേട്ടപ്പോൾ ഗുരുദേവൻ രവീന്ദ്രനാഥ ടാഗോർ ഹസ്തേ ഹുവേ കഹ, ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ആപ്നെ ഭീ തോ കുച്ച് സോച്ചാ ഹി ഹോഗ, നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി നോക്കൂ, മഗർ മേ ഇസ് പണ്ഡിത കോ ഹി ഛേഡ്നാ ചാഹതാ ഥാ, ഞാൻ ഈ പണ്ഡിതനെ, അതായത് നമ്മുടെ ലേഖകനെ ഒന്ന് ഒന്ന് ശുണ്ഠി പിടിപ്പിക്കാൻ, വെറുതെ ഒന്ന് ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി ചോദിച്ചു എന്നേ ഉള്ളൂ. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ ഇതിനെക്കുറിച്ചിട്ട്, വെറുതെ ഞാനൊന്ന് ചോദിച്ചു എന്നേ ഉള്ളൂ എന്ന് ഗുരുദേവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അഭീനൗ ജവാൻ ഹേ, നിങ്ങളൊക്കെ ഇപ്പോൾ ചെറുപ്പക്കാരല്ലേ, നയാഘൂൻ, നല്ല പുതു രക്തം എന്ന് വെച്ചാൽ നല്ല തിളച്ച രക്തം, നല്ല യൗവനം മുറ്റി നിൽക്കുന്ന രക്തമല്ലേ, മാർഗാനയ്ക്ക് അഭിശക്തി ഹേ, നിങ്ങൾക്കിപ്പോൾ എന്തും നേരിടാനുള്ള ശക്തിയുണ്ട് നിങ്ങളുടെ ആ യുവരക്തത്തിന്. മേരി പീഠ് തോ ജർജർ ഹോ ചുക്കി ഹെ, ഞാനാണെങ്കിലോ ജർജർ ഹോ ചുക്കി ഹെ, ആകെ ജീർണിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വയസ്സനായിപ്പോയി. അപ്പോൾ എനിക്ക് ഇപ്പം നിങ്ങളെപ്പോലെ ചിന്തിക്കാനൊന്നും ശക്തിയില്ലാത്ത ഒരു പ്രായമായി കഴിഞ്ഞു. നിങ്ങളൊക്കെ യുവ രക്തങ്ങളല്ലേ, അപ്പോൾ അതുകൊണ്ട് ഞാൻ നിങ്ങളെന്ന് ചുണ്ടി പിടിപ്പിക്കാൻ ചോദിച്ചു എന്നേ ഉള്ളൂ, എന്തായാലും നിങ്ങളതിനെക്കുറിച്ച് ചിന്തിക്കൂ എന്ന് അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അത് പറഞ്ഞുകൊണ്ട് ഗുരുദേവ് ഖൂബ് പ്രസന്ന ഭാവസെ ഹസെ, അദ്ദേഹം അത് പറഞ്ഞുകൊണ്ട് പ്രസന്ന ഭാവ്, വളരെ സന്തോഷത്തോട് കൂടിയിട്ട് അദ്ദേഹം സന്തുഷ്ടവാനായിട്ട് അദ്ദേഹം ഞങ്ങളെ നോക്കി ചിരിച്ചു. മേനെ വിനീത് ഭാവസെ കഹ, അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ വളരെ വിനീതമായിട്ടുള്ള ഭാവത്തിൽ പറഞ്ഞു, ഐസാ പ്രശ്നത്തോ മേരെ മൻമേ കഭി ഉഠാനാഹി ഹെ, എന്താ ഞാൻ പറഞ്ഞത്? ഐസെ പ്രശ്നം, ഇങ്ങനെയൊരു ചോദ്യം മേരെ മന്മേ, എൻ്റെ മനസ്സിൽ കഭി ഉഠാഹി നഹി, ഇന്നോളം വന്നിട്ടില്ല. ഇങ്ങനെ ഒരു ചോദ്യം, അങ്ങ് ചോദിച്ചതുപോലുള്ളൊരു ചോദ്യം ഇന്നോളം എൻ്റെ മനസ്സിൽ ഉയർന്നിട്ടില്ല. പരന്തു ആപ് കഹത്തെ ഹേം തോ സോച്ചൂങ്ക, പക്ഷേ അങ്ങ് പറഞ്ഞാൽ ഞാൻ ചിന്തിക്കും. അങ്ങ് പറഞ്ഞ സ്ഥിതിക്ക് ഞാനിനി ഈ ഒരു ചോദ്യത്തെക്കുറിച്ച് ഇതിനുള്ള ഉത്തരം ചിന്തിക്കും. എന്ത്, ഭീഷ്മരെ എന്തുകൊണ്ട് അവതാര പുരുഷനായിട്ട് കാണുന്നില്ല?
മറിച്ച് ശ്രീകൃഷ്ണനെ അവതാര പുരുഷനായിട്ട് കാണുന്നു. അപ്പോൾ ഈ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം ഞാൻ ഇനി മുതൽ ചിന്തിച്ചുകൊണ്ടിരിക്കും എന്ന് പറഞ്ഞു. पर उनके कथन की मेरे मन पर जो छाप रह गई है. കാരണം ഉൻകെ കഥൻ, ഗുരുദേവൻ്റെ വാക്കുകൾ, മേരെ മൻ പർ, എൻ്റെ മനസ്സിൽ, ജോ ഛാപ് രഹ ഗയി, ഒരു അടയാളം അല്ലെങ്കിൽ ഒരു മുദ്ര പതിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ചോദ്യം എൻ്റെ മനസ്സിലങ്ങ് പതിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. വഹ് യഹ് ഹേ കി ശരശയ്യ പർ പടേ ഭീഷ്മനെ ജബ് ഭയങ്കർ നരസംഹാർ ദേഖാ ഹോഗ. അതിനുശേഷം എപ്പോഴും എൻ്റെ മനസ്സിൽ ഇങ്ങനെ ചിന്ത വരും ഭീഷ്മരെക്കുറിച്ച്. എന്തായിരുന്നു ആ ചിന്തകൾ? ശരശയ്യാപ്പർ, അതായത് ഭീഷ്മർ അവസാനം യുദ്ധഭൂമിയിൽ ശരശയ്യയിൽ കിടന്നാണല്ലോ മരണപ്പെടുന്നത്. അപ്പോൾ ശരശയ്യയിൽ കിടക്കുന്ന ഭീഷ്മർ ഭയങ്കർ നരസംഹാർ ദേഖാ ഹോഗ, വളരെ ഭയങ്കരമായിട്ടുള്ള, വളരെ ഭീഷണമായിട്ടുള്ള നരസംഹാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യ കുരുതി നേരിട്ട് കണ്ടിട്ടുണ്ടാവും ആ യുദ്ധകളത്തിൽ. उनके जैसे ज्ञानी के मन में अपनी प्रतिज्ञा उसके परवर्ती परिणामादि बातें क्या उठी नहीं होगी. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ മനസ്സിൽ അദ്ദേഹത്തിൻ്റെ പ്രതിജ്ഞയുടെ പരിണാമം, ഇതിനെക്കുറിച്ചൊക്കെയുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഉയർന്നിട്ടുണ്ടാവില്ലേ ആ സമയത്ത്? മേനെ സോച്ചന ശുരു കിയാ ഥ, എന്തായാലും ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചിന്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞു. കൈ പ്രതിഭാശാലി മിത്രോം സേ ഭീ സോച്ചനെ കോ കഹാ ഥ, ഞാൻ മാത്രമല്ല കൈ പ്രതിഭാശാലി മിത്ര, വളരെ പ്രതിഭാശാലികളായിട്ടുള്ള എൻ്റെ സുഹൃത്തുക്കളോടും ഈ ചോദ്യത്തിനുള്ള ഉത്തരങ്ങൾ ചിന്തിക്കാൻ വേണ്ടി ഞാൻ കഹാ ഥ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പർ സോച്ച്താ ഹി രഹ ഗയ, അവരും എന്നെ പോലെ ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ജിനോനെ സോച്ചനെ കെ ലിയെ ഉക്സായ ഥ വഹ് ചലേ ഗയെ, പക്ഷേ കുറേ കാലം ചിന്തിച്ചിട്ടും പെട്ടെന്ന് അതിനുള്ള മറുപടി എനിക്ക് കിട്ടണില്ല. അങ്ങനെ എൻ്റെ മനസ്സിൽ ആ ചിന്ത ഇപ്പോഴും ഉണ്ടെങ്കിൽ പോലും ഏതൊരാളാണോ എന്നെ അത് ചിന്തിപ്പിക്കാൻ ഉക്സായ, പ്രേരിപ്പിച്ചത്, അങ്ങനെ ഒരു ചിന്ത എന്നിൽ ഉണ്ടാക്കാൻ ആരാണോ പ്രേരണ നൽകിയത്, വഹ് ചലേ ഗയെ, ഇന്ന് ആ മനുഷ്യൻ എന്നോടൊപ്പമില്ല, അല്ലെങ്കിൽ ഈ ലോകത്തില്ല. അദ്ദേഹം ഈ ലോകത്ത് നിന്നും യാത്രയായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ രവീന്ദ്രനാഥ് ടാഗോർ ആണല്ലോ ഈ ചിന്ത എന്നിലേക്ക് ഉണ്ടാക്കിയത്. പക്ഷേ ഇന്ന് അദ്ദേഹം ഈ ലോകത്തില്ല. അദ്ദേഹം ഈ ലോകത്ത് നിന്നും എന്നേക്കുമായി യാത്രയായിരിക്കുന്നു. आज मेरे मित्र ने कहा कि भीष्म को क्षमा नहीं किया गया तो बात फिर उमड़ कर न ये रूप में मांस पटल पर ഹഹര ഉഠി. പിന്നെ എൻ്റെ സുഹൃത്ത് എന്നോട് ഇങ്ങനെയുള്ള ചോദ്യങ്ങളെ എപ്പോഴും ചോദിക്കാറുണ്ട്, എന്തുകൊണ്ട് ഭീഷ്മർക്ക് കാലം മാപ്പ് കൊടുക്കുന്നില്ല. അപ്പോൾ അതുപോലെ നിങ്ങൾ എഴുത്തുകാർക്കും കാലം മാപ്പ് തരില്ല എന്ന് എൻ്റെ സുഹൃത്ത് എപ്പോഴെപ്പോഴും പറയാറുള്ളതും എൻ്റെ മാനസപടലത്തിൽ, എൻ്റെ മനസ്സിൽ അങ്ങനെ എപ്പോഴും ഒരു എന്താ പറയുക, ഒരു വിങ്ങലായിട്ടിങ്ങനെ കിടക്കാറുണ്ട്. അപ്പോഴൊക്കെ ഞാൻ ഭീഷ്മരെക്കുറിച്ച് ചിന്തിക്കും. ഭീഷ്മരെക്കുറിച്ച് ഞാൻ ചിന്തിക്കാറുള്ളത് എന്തായിരുന്നു? ഭീഷ്മ ശരശയ്യ പർ സോയെ ഉപയുക്ത കാൽ കി പ്രതീക്ഷ കർ രഹേ ഥേ, അതായത് യുദ്ധഭൂമിയിൽ കുരുക്ഷേത്ര യുദ്ധം കഴിഞ്ഞ അവസാനം ഭീഷ്മരൊക്കെ അവിടെ ആ യുദ്ധഭൂമിയിൽ മരിക്കുകയാണ്. എങ്ങനെ? അമ്പുകളേറ്റിട്ട്, അമ്പുകൾ കൊണ്ടുള്ളൊരു ശയ്യ, ഒരു കിടക്ക പോലെ അദ്ദേഹത്തിൻ്റെ ശരീരം മുഴുവൻ അമ്പുകൾ വന്ന് തറച്ചിട്ട് ആ അമ്പുകൾക്ക് മുകളിലാണ് അദ്ദേഹം കിടക്കുന്നത്, മരണാസന്നനായിട്ട്, മരിക്കാനായിട്ട്. അപ്പോൾ ആ ഒരു കാര്യം എനിക്ക് ഓർമ്മ വരും. എന്താണ്? ഭീഷ്മർ ശരശയ്യയിൽ അദ്ദേഹത്തിൻ്റെ ഉപയുക്ത കാൽക്കി, അതായത് മരിക്കാനായിട്ട് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളൊരു സമയവും പ്രതീക്ഷിച്ചുകൊണ്ട് കിടക്കുകയാണ്. കണ്ട, മരിക്കാൻ അനുയോജ്യമായ സമയം പ്രതീക്ഷിച്ച് കിടക്കുകയായിരുന്നു ഭീഷ്മർ. അപ്പോൾ സാധാരണ ആർക്കും അങ്ങനെ അനുയോജ്യമായിട്ടുള്ളൊരു സമയം തിരഞ്ഞെടുത്ത് മരിക്കാനൊന്നും പറ്റില്ല. പക്ഷേ ഭീഷ്മർക്ക് അതിനുള്ളൊരു എന്താ പറയുക, അനുഗ്രഹം കിട്ടിയിട്ടുണ്ടായിരുന്നു. ജൈസെ തൈസെ ജബ് തബ് ജഹാം തഹ മർന ഭീ ടീക് നഹി ഹോത്ത. അപ്പോൾ എങ്ങനെയെങ്കിലും, അതായത് എവിടെയെങ്കിലും അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഏതെങ്കിലും സമയത്ത് മരിക്കുക, അത് അദ്ദേഹത്തിന് ഇഷ്ടമായിരുന്നില്ല. അല്ലെങ്കിൽ അതിനോട് അദ്ദേഹം ആ ഒരു കാര്യത്തിൽ അദ്ദേഹം ഒട്ടും ഇഷ്ടം ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന് ആഗ്രഹിക്കുന്ന സമയം എപ്പോഴാണോ അപ്പം മരിക്കാനാണ് അദ്ദേഹം ഇഷ്ടപ്പെട്ടിരുന്നത്. ഉചിത മുഹൂർത്തമേ മരണ ചാഹി, അതുകൊണ്ട് തന്നെ ഉചിതമായ മുഹൂർത്തം വന്നെത്തിയാൽ മാത്രമേ മരിക്കാൻ അദ്ദേഹം ഇഷ്ടപ്പെട്ടിരുന്നുള്ളൂ. അപ്പോൾ അതുവരേക്ക് വേദന സഹിച്ച് ആ ശരം അല്ലെങ്കിൽ അമ്പിൻ്റെ മുകളിൽ കിടക്കുക. സാധാരണ മനുഷ്യ മുഹൂർത്ത് പർ വിചാർ കിയേ ബിനാ ഹി മർ ജാത്തെ. ഒരു സാധാരണ മനുഷ്യൻ ഇങ്ങനെയുള്ള നല്ല സമയമൊന്നും ചിന്തിക്കാതെ മരിച്ചു പോവുകയാണ് സാധാരണ ചെയ്യാറ്. പക്ഷേ ഭീഷ്മർ ഐസേ നഹീം ഥേ, എന്നാൽ ഭീഷ്മർ അങ്ങനെയായിരുന്നില്ല. ഉനേം ഇച്ഛാ മൃത്യു കാ വരദാൻ പ്രാപ്തത, കാരണം ഭീഷ്മർക്ക് ഇച്ഛാ മൃത്യു, അദ്ദേഹം ആഗ്രഹിക്കുന്ന വിധത്തിൽ മരിക്കാൻ വരം കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വരം കിട്ടിയതുകൊണ്ടാണ് അദ്ദേഹത്തിന് അനുയോജ്യമായ സമയം കണ്ടെത്തി മരിക്കാൻ സാധിക്കുന്നത്. जब तक उत्तम मुहूर्त न
ജായേ തബ് തക്ക് വഹ് മൃത്യു നഹി ചാഹത്തെ. ഇനി എപ്പോഴാണോ ആ അനുയോജ്യമായ മുഹൂർത്തം വന്നെത്താത്തത് അതുവരെ അദ്ദേഹം മരണവും ആഗ്രഹിച്ചിരുന്നില്ല. ഫായത ഉഠായ യുധിഷ്ഠിറിനെ. അപ്പോൾ ഈ ഭീഷ്മർ നല്ല സമയത്തിന് വേണ്ടി ഇങ്ങനെ കാത്തു കിടക്കുകയാണല്ലോ, മരണത്തിനോട് മല്ലടിച്ചിട്ട്. അപ്പം ഈ സമയം മുഴുവൻ ഉപയോഗപ്പെടുത്തിയ ഒരാളുണ്ടായിരുന്നു. ആരാണ്? യുധിഷ്ഠിരൻ, പാണ്ഡവരുടെ മൂത്ത ജ്യേഷ്ഠൻ. അപ്പോൾ ഈ സമയം മുഴുവൻ ശരശയ്യയിൽ കിടക്കുന്ന ഭീഷ്മരെ ഉപയോഗപ്പെടുത്തിയത് യുധിഷ്ഠിരനായിരുന്നു. സാരി ശങ്കായും ഉൻസേ കഹ്ഡാലിയും. കാരണം ആ ശരശയ്യയിൽ കിടക്കുന്ന, മരിക്കാറായി കിടക്കുന്ന ഭീഷ്മരോട് യുധിഷ്ഠിരൻ തൻ്റെ മനസ്സിലുള്ള എല്ലാ സംശയങ്ങളും ചോദിച്ച് മനസ്സിലാക്കി കണ്ട. അപ്പോൾ അത് ആ ഭീഷ്മരെ ശരിക്കും അവസാന നിമിഷങ്ങളിൽ പോലും ഉപയോഗപ്പെടുത്തിയത് യുധിഷ്ഠിരനായിരുന്നു. കാരണം യുധിഷ്ഠിരൻ്റെ മനസ്സിലുണ്ടായിരുന്ന സാരി ശങ്കായി എല്ലാ സംശയങ്ങളും അദ്ദേഹം ഭീഷ്മരോട് ചോദിച്ചു. എന്നിട്ട് ഉസ്ക ഉത്തർ ഭി വസൂൽ കർലി. അതിനുള്ള ആ സംശയങ്ങൾക്കൊക്കെയുള്ള ഉത്തരവും മറുപടിയും യുധിഷ്ഠിരൻ എന്ത് ചെയ്തു? ഭീഷ്മരിൽ നിന്ന് അറിഞ്ഞു വച്ചു. മേരെ ഏക് ആദി ഗുരുവിനെ ശർശയ്യ വാലി കഹാനി സുനായി ഥി. ഇനി എൻ്റെ ഒരു ആദി ഗുരു എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കുറേ കാലങ്ങൾക്ക് മുൻപേ എന്നെ പഠിപ്പിച്ച ഒരു ഗുരുനാഥൻ ഭീഷ്മരുടെ ഈ ശരശയ്യയിൽ കിടക്കുന്ന കഥ എനിക്ക് കേൾപ്പിച്ച് തന്നിട്ടുണ്ടായിരുന്നു. ഉൻകെ കഹനേക്ക മത്ലബ് ഥാക്കി. അദ്ദേഹം, ആ ഗുരുനാഥൻ എൻ്റെ അടുത്ത് പറഞ്ഞത്, ഭീഷ്മ പിതാമഹ് അനേക ബാണോം ഹിനോക്ക് പർ സോയേ ഹുയേ ഥേ. അപ്പോൾ എൻ്റെ ആ ഗുരുനാഥൻ എന്നോട് പറഞ്ഞു തന്നിട്ടുള്ള കഥ ഇങ്ങനെയായിരുന്നു. ഭീഷ്മ പിതാമഹൻ അനേക ബാണോം, അനേകം അമ്പുകളുടെ നോക്ക്, മുന, അമ്പുകളൊക്കെ അമ്പുകളുടെ മുനയൊക്കെ അദ്ദേഹത്തിൻ്റെ ശരീരത്തിലാണ് തറച്ചു കയറി നിൽക്കുന്നത്. അപ്പോൾ അനേകം അമ്പുകളുടെ ആ മുനകളിൽ ആയിരുന്നു അദ്ദേഹം അവസാനമായിട്ട് മരിക്കാനായിട്ട് കിടക്കുന്നത്. ഉൻകാ തക്കിയ ഭീ ബാണോം കി നോക്ക് കാഹി ബനാഥ. ഇനി ഭീഷ്മരുടെ തക്കിയ, തലയണ പോലും, അതായത് അദ്ദേഹത്തിൻ്റെ തലഭാഗത്ത് പോലും എന്തായിരുന്നു? ഈ അമ്പുകളായിരുന്നു തലയണ പോലെ നിന്നിരുന്നത്. മേരാ ബാലകമൻ ബഹുത്ത് വ്യാകുൽ ഹോ ഗയാ ഥ. ഈ എൻ്റെ ഗുരുനാഥൻ പറഞ്ഞു കേട്ട ഈ കഥ കേട്ടിട്ട് അന്ന് കുട്ടിയായിരുന്ന എൻ്റെ മനസ്സ്, എൻ്റെ ബാലകമൻ, ആ കുഞ്ഞു മനസ്സ് ബഹുത്ത് വ്യാകുൽ ഹോ ഗയാ ഥ. അത് കേട്ട് വളരെയധികം സങ്കടപ്പെട്ടു. വഹാസാർ ബ്രഹ്മചാരി രഹേ ഹോ. പാവം ഭീഷ്മർ വളരെ ബ്രഹ്മചാരിയൊക്കെ ആയിരുന്നിട്ട് പോലും ബാണോം കി നോക്കുത്തോ ചുബത്തി ഹി ഹോഗി. അദ്ദേഹത്തിന് ആ അമ്പുകളുടെ മുനയിൽ കിടന്ന് ആ അമ്പുകളുടെ മുന ഇങ്ങനെ അദ്ദേഹത്തിന് ചുബത്തി, ശരീരത്തിൽ ഇങ്ങനെ തുളച്ച് കയറി പ്രയാസപ്പെടേണ്ടി വന്നില്ലേ എന്ന് ഞാൻ, ആ എൻ്റെ കുഞ്ഞു മനസ്സ് അപ്പോഴും വളരെയധികം സങ്കടപ്പെട്ട് അതിനെക്കുറിച്ച് ആലോചിച്ചു. ബിച്ചാരെ വൃദ്ധ കർവട്ട് ബീനഹി ബദൽ പാത്തേ ഹോങ്കി. പാവം ആ വൃദ്ധന് കർവട്ട് ബീനഹി ബദൽ പാത്തേ, ഒന്ന് തിരിഞ്ഞ് കിടക്കാൻ പോലും, അതായത് വേദന കൊണ്ട് പുളയുമ്പോൾ ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിയാൻ പോലും പറ്റാത്ത വിധത്തിലല്ലേ ആ അമ്പിൻ്റെ ആ മുനയിൽ അങ്ങനെ കിടക്കേണ്ടി വന്നത്. ജബ് ബദൽത്തെ ഹോങ്കെ തബ് ബാൺ ബുരി തരഹ് ചുബ് ജാത്തെ ഹോങ്കി. ഇനി അദ്ദേഹം ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് തിരിഞ്ഞോ മറിഞ്ഞോ ഒന്ന് ശരീരത്തിനെ ഒന്ന് അങ്ങോട്ടോ തിരിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ആ അമ്പുകളൊക്കെ ബുരി തരഹ് ചുബ് ജാത്തെ, വല്ലാതെ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ തുളഞ്ഞു കയറി വേദനിപ്പിച്ചിട്ടുണ്ടായിരിക്കില്ലേ എന്നൊക്കെ ഞാൻ അങ്ങനെ എൻ്റെ കുഞ്ഞു മനസ്സ് വളരെയധികം ചിന്തിച്ചു. യദ്യപി യുധിഷ്ഠിർത്തോ ദയാലുധേ. ശരിക്കും യുധിഷ്ഠിരൻ ആ സമയത്തൊക്കെ ഈ വേദന കൊണ്ട് പുളയുന്ന ആ ഭീഷ്മരിൽ നിന്ന് ഈ ചോദ്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുമ്പോൾ യുധിഷ്ഠിരൻ എന്ത് ചെയ്യാമായിരുന്നു? സമയ ധോടി അവർ ദയാ ദിഖാത്തേത്തോ ക്യാ ബിഖാഡ് ജാത്ത. ഒരല്പം ദയ ആ മനുഷ്യനോട് കാണിക്കാമായിരുന്നു, ഭീഷ്മരോട് കാണിക്കാമായിരുന്നു. മേം ജബ് ഇസ് ദൃശ്യക്ക് കൽപ്പന കർത്താത. അപ്പോൾ എൻ്റെ കുഞ്ഞു മനസ്സ് ഇങ്ങനെയുള്ള ആ അമ്പുകളേറ്റ് കിടക്കുന്ന ആ ഭീഷ്മരുടെ അവസ്ഥ ഞാൻ ഇങ്ങനെ പലപ്പോഴും മനസ്സിൽ ഇങ്ങനെ കൽപ്പന കർത്താത ചിന്തിക്കാറുണ്ട്. തപ്പ് മുझे ബഡി പീഡ ഹോത്തി. അപ്പോഴൊക്കെ എനിക്ക് ബഡി പീഡ ഹോത്തി, വളരെ വേദന, ദുഃഖമാണ് ഉണ്ടാവാറ്. പർ ദൂസരെ ബച്ചെ ബ്രഹ്മചര്യക്ക് മഹിമാക്ക അനുഭവ കർത്തേത്. പക്ഷേ എൻ്റെ കൂടെ പഠിച്ചിരുന്ന മറ്റു കുട്ടികളൊക്കെയോ ഭീഷ്മരുടെ ബ്രഹ്മചര്യത്തിൻ്റെ മഹത്വത്തെക്കുറിച്ചും മറ്റുമായിരുന്നു അവർ കേട്ടതും മനസ്സിലാക്കി വെച്ചതുമൊക്കെ. അവർ അതിൽ സന്തോഷവാന്മാരും ആയിരുന്നു. ഉൻകി ദൃഷ്ടി മേ ബ്രഹ്മചാരി കെ ലിയെ കോയി കഷ്ട കി ബാത്ത് ഹി നഹീം ദി. അപ്പോൾ എൻ്റെ കൂട്ടുകാരുടെയൊക്കെ കാഴ്ചപ്പാടിൽ ഒരു ബ്രഹ്മചാരിക്ക് ഈ കോയി കഷ്ട കി ബാത്ത് നഹി, ഇങ്ങനെയുള്ളത് അമ്പിൻ്റെ മുനയിൽ കിടക്കുക എന്നുള്ളതൊന്നും അത്ര വലിയ കഷ്ടതയുള്ള കാര്യമായിരുന്നു ഇല്ല എന്നുള്ളൊരു തോന്നലായിരുന്നു എൻ്റെ സുഹൃത്തുക്കൾക്കൊക്കെ ഉണ്ടായിരുന്നത്. പക്ഷേ മേരെ ഏക വിദ്വാൻ ബുജുർഗിനെ ബത്തായാക്കി.
ആ സമയത്ത് എൻ്റെ കുട്ടിപ്രായത്തിൽ എൻ്റെ മറ്റൊരു ഗുരുനാഥൻ, വളരെ ബുജുർഗ്, വളരെ പ്രായം ചെന്ന, വളരെ വയസ്സായിട്ടുള്ള എൻ്റെ ഒരു ഗുരുനാഥൻ എനിക്ക് പറഞ്ഞു തന്നു. എന്ത്? ഷർ സർക്കണ്ടേക്കോ കഹത്തേഹെ. സർക്കണ്ട് എന്ന് പറഞ്ഞാൽ ഈറ്റ എന്ന് പറഞ്ഞാൽ ഒരു തരം ഫലമുള്ള ഒരു പുല്ല്, ഈറ്റപ്പുല്ല് എന്നൊക്കെ കേട്ടില്ലേ. അപ്പോൾ ഈ പുല്ലിന് പറയുന്ന പേരാണത്രേ ഷർ. അപ്പോൾ സർക്കണ്ട് കോ ഷർ കഹത്തേഹെ. അപ്പോൾ സർക്കണ്ട് അഥവാ ഈറ്റപ്പുല്ലിന് പറയുന്ന വേറൊരു പേരാണ് ഷർ. ഉസി സെ ബാൺ ബൻതേഹെ. അപ്പോൾ ഈറ്റ എന്ന ഈ പുല്ല് കൊണ്ടാണ് ഇത്രേ ബാൺ ബൻതേഹെ, അമ്പ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈറ്റ കൊണ്ടുണ്ടാക്കുന്നത് അമ്പ്, അതുകൊണ്ടാണ് അതിന് ഷർ എന്ന പേര് വന്നത്. അപ്പോൾ ഈറ്റയുടെ വേറൊരു പേരാണ് ഷർ. അപ്പോൾ ഈറ്റ കൊണ്ടുണ്ടാക്കുന്ന അമ്പ്, അതാണ് അതിന് ശരം, മലയാളത്തിൽ ശരം, ഹിന്ദിയിൽ ഷർ. അപ്പോൾ ഈറ്റ കൊണ്ടുണ്ടാക്കുന്ന അമ്പിന് ഷർ എന്ന് പേര് വന്നത് അതുകൊണ്ടാണെന്ന് എൻ്റെ ഒരു ഗുരുനാഥൻ എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നു. ഭീഷ്മർ വസ്തുതഃ ബാണോം കീനോക്ക് പറഞ്ഞഹീം. അപ്പം ശരിക്കും പറഞ്ഞാൽ ഭീഷ്മർ, അപ്പം എൻ്റെ ഈ സങ്കടം കണ്ടിട്ടായിരിക്കണം എൻ്റെ ഗുരുനാഥൻ അങ്ങനെ പറഞ്ഞു തന്നത്. അപ്പോൾ ഭീഷ്മർ സത്യത്തിൽ ബാണോം കി നോക്ക് പറഞ്ഞഹീം, അമ്പുകളുടെ മുനയിലല്ല കിടക്കുന്നത്, മറിച്ച് സർക്കണ്ടോം കി ചഠായി പർ, ഈറ്റയുടെ ഒരു കൂനയിലാണ് കിടക്കുന്നത് എന്ന് എൻ്റെ ഗുരുനാഥൻ എനിക്ക് പറഞ്ഞു തന്നു. വ്യാഖ്യ ഠീക്ക് ഹേ യാ നഹി. എന്തായാലും എൻ്റെ ഗുരുനാഥൻ പറഞ്ഞു തന്നത് ഠീക്ക് ഹേ യാ നഹി, ശരിയാണോ തെറ്റാണോ ഒന്നും എനിക്കറിയില്ല. പർ മേരെ ബാലക മൻകോ ഇസ്സെ ബഡി രാഹത്ത് മിലി ഥി. പക്ഷേ എൻ്റെ ആ കുഞ്ഞു മനസ്സിന് വളരെ വേദന ഉളവാക്കിയിരുന്ന ഈ കാര്യങ്ങളൊക്കെ കേട്ട എൻ്റെ ഈ കുഞ്ഞു മനസ്സിന് എൻ്റെ ഈ ഗുരുനാഥൻ പറഞ്ഞു തന്ന കാര്യങ്ങൾ ബഡി റാഹത്ത് മിലി, വളരെ ആശ്വാസമാണ് പകർന്നു തന്നത്. സോ ഭീഷ്മ ശരശയ്യ പർഥേ സർക്കണ്ടോം കി ചഠായി പർ ലേറ്റ്. അതായത് ഭീഷ്മർ ശരശയ്യയിലല്ല, അമ്പിൻ്റെ മുനയിലല്ല കിടക്കുന്നത്, മറിച്ച് സർക്കണ്ടോം കി ചഠായി, അതായത് ഈറ്റപ്പുല്ലിൻ്റെ ഒരു മെത്തയിലാണ് കിടക്കുന്നത് എന്ന് എൻ്റെ ഗുരുനാഥൻ എനിക്ക് പറഞ്ഞു തന്നതുകൊണ്ട് ആയിരിക്കാം. അത് ശരിയോ തെറ്റോ, ആ കാര്യം ഗുരുനാഥൻ പറഞ്ഞു തന്നത് ശരിയാണോ തെറ്റാണോ ഒന്നും എനിക്കറിയില്ല. പക്ഷേ എന്നാലും എൻ്റെ കുഞ്ഞു മനസ്സിന് അമ്പിൻ്റെ മുനയിലല്ലല്ലോ, ഈറ്റപ്പുല്ലിലാണല്ലോ എന്നുള്ള ഒരു കാര്യം ഓർത്തപ്പോൾ എൻ്റെ കുഞ്ഞു മനസ്സിന് അത് വളരെയധികം രാഹത്ത് മിലി, എന്ന് ആശ്വാസമാണ് പകർന്ന് തന്നത്. മാത്രമല്ല युधिष्ठिर ने अच्छा ही किया जो उनका मन बातचीत में उलझाए रखा, परंतु जब युधिष्ठिर और अन्य लोग उन्हें विश्राम करने के लिए छोड़कर चले जाते होंगे तो एकांत में इस बूढ़े के मन में क्या चिंता रहती होगी. ഇനി എൻ്റെ കുഞ്ഞു മനസ്സ് മറ്റു വേറൊരു കാര്യവും ചിന്തിച്ചു. അതായത് യുധിഷ്ഠിരനും മറ്റും ഇദ്ദേഹത്തിനെ വിശ്രാം കർണേ കേലിയെ ചോടുക്കർ, അദ്ദേഹം യുധിഷ്ഠിരൻ അറിയാനുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞ് മനസ്സിലാക്കിയതിന് ശേഷം ഭീഷ്മരെ ഇനി മരിക്കാനായിട്ട് അവിടെ വിട്ടുകൊടുത്തിട്ട് അദ്ദേഹത്തിനെ അതുവരെ വിശ്രമിക്കാനായിട്ട് വിട്ടുകൊടുത്ത് പോകുന്ന സമയത്ത്, അപ്പോൾ അവിടെ ആ ഏകാന്തതയിൽ കിടന്ന് ആ പാവം വൃദ്ധൻ, ആ ഭീഷ്മർ ക്യാ ചിന്താ രഹത്തി ഹോഗി, എന്തൊക്കെയായിരിക്കും ചിന്തിച്ചിട്ടുണ്ടാവുക. കുച്ച് തോ സോച്ച്തേ ഹി ഹോങ്കി, എന്തെങ്കിലും അദ്ദേഹം കാര്യമായിട്ടൊക്കെ ചിന്തിച്ച് കാണും. ശ്രദ്ധാലു ലോകത്തോ കഹേങ്കെ കി വഹ് തുരന്ത് ബ്രാഹ്മി സ്ഥിതി മേ ചലേ ജാത്തേ ഹോങ്കി. അപ്പോൾ ആദരണീയരായിട്ടുള്ള ആളുകളൊക്കെ പറയും അദ്ദേഹം, അതായത് ഭീഷ്മർ പെട്ടെന്ന് ബ്രാഹ്മി സ്ഥിതിയിൽ ആയിപ്പോകും എന്ന്. ഭഗവാൻ ശ്രീകൃഷ്ണനെ തോ കഹാ ഹി ഹെ കി ബ്രാഹ്മി സ്ഥിതി പ്രാപ്ത് ഹോ ജാനെ പർ കോയി മോഹ ഹോത്താ ഹി നഹി. ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞിട്ടുള്ളത് ബ്രാഹ്മി സ്ഥിതി ലഭിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഒരു മോഹങ്ങളും മനസ്സിലുണ്ടാവില്ല എന്നാണ്. അപ്പോൾ ഭീഷ്മർക്ക് ബ്രാഹ്മി സ്ഥിതി ആ അവസ്ഥയിൽ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ആ ബ്രാഹ്മി സ്ഥിതി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ മനസ്സിൽ വേറെ മോഹങ്ങളൊന്നും ഉണ്ടാവില്ല എന്നതാണത്രേ അതിൻ്റെ പ്രത്യേകത. पर जिन्हें श्रद्धा का इतना संभल प्राप्त नहीं वे क्या करें. उन्हें लगता है कि ഭീഷ്മ ജൈസാ ജ്ഞാനി ഭി കുച്ച് സോച്ച്താ ജരൂർ ഹോങ്ക. എന്തൊക്കെയായിരുന്നാലും ഭീഷ്മരെ പോലെയുള്ള ജ്ഞാനിയായിട്ടുള്ള നല്ല അറിവുള്ള ഒരു വ്യക്തി എന്തായിരുന്നാലും തൻ്റെ അവസാന നിമിഷത്തിൽ മരണത്തെ കാത്തു കിടക്കുന്ന ആ സമയത്ത് എന്തായാലും കാര്യമായിട്ട് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എന്തായാലും അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാകും എന്നത് ഉറപ്പാണ് എന്ന് എൻ്റെ മനസ്സ് എന്നോട് പറഞ്ഞു. അപ്പോൾ ഇന്ന് നമുക്ക് ഇത്രയും ഭാഗം എടുത്താൽ മതി. അപ്പോൾ ബാക്കി ഇതിൻ്റെ തുടർച്ച അടുത്ത ക്ലാസ്സിലാവാം. പിന്നത്തേക്ക് ധന്യവാദം.